ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന സ്കിൽ കേരളം ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ തുടക്കം. ഒരു വർഷത്തിനകം 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ തൊഴിൽ നൽകുക എന്നതാണ് സമ്മിറ്റിന്റെ പ്രധാന ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ കേരളത്തിനകത്തും പുറത്തും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിക്കാണ് സ്കിൽ കേരളം ഗ്ലോബൽ സമ്മിറ്റിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മിറ്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ യുവജനങ്ങൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതോടൊപ്പം തൊഴിൽ വിപണിയിൽ മത്സരിക്കാൻ അവരെ സജ്ജരാക്കുക കൂടിയാണ് സമ്മിറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. Kerala government has introduced innovative platforms like the digital workforce management system, which serves as a bridge between students, job seekers and employers. This portal helps industries to identify skilled talent while enabling students to showcase their competencies. കർണാടക നൈപുണ്യ വികസന മന്ത്രി ശരൺ പ്രകാശ്, മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ്, വിജ്ഞാന കേരളം ഉപദേഷ്ടാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് തുടങ്ങിയവരും സംസാരിച്ചു. സമ്മിറ്റിന്റെ ഭാഗമായി സംസ്ഥാനത്ത് യുവജനങ്ങളുടെ കഴിവുകൾ, തൊഴിൽ വിപണിയിലെ പൊതുപ്രവണതകൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രമുഖ കരിയർ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിൻ തയ്യാറാക്കിയ കേരള ടാലന്റ് റിപ്പോർട്ട് പുറത്തിറക്കി. കേരളത്തെ മാനവവിഭവശേഷിയുടെ ആഗോള കേന്ദ്രമായി ഉയർത്തുവാനുള്ള സംസ്ഥാന സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ കൗൺസിലാണ് സമ്മിറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസങ്ങളായി 2500 പേർ നേരിട്ടും 1 ലക്ഷം പേർ ഓൺലൈനായും സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ 100-ലേറെ കോളേജുകൾ തങ്ങളുടെ നൈപുണ്യ വികസന പരിപാടിയെക്കുറിച്ചുള്ള മാതൃകകളും അവതരിപ്പിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.